സ്റ്റാർട്ടിംഗ് വിത്ത് എന്താണ് മാൽന്യൂട്രീഷൻ? നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് നമുക്ക് ആഹാരത്തിലൂടെയാണ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ ആഹാരത്തിലൂടെ ലഭിക്കേണ്ട വൈറ്റൽ ന്യൂട്രിയൻസിന്റെ കുറവ്, ഡെഫിഷ്യൻസിയോ ഈ ന്യൂട്രിയൻസ് അളവിൽ അധികമാകുമ്പോഴോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. ഇതിന് പല ടൈപ്സ് ഉണ്ട്. അതിലൊന്ന് അണ്ടർ ന്യൂട്രീഷൻ, അതായത് പോരാത്ത അളവിൽ ന്യൂട്രിയൻസ്, ആ വൈറ്റൽ ന്യൂട്രിയൻസ് ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകും. ഈ അവസ്ഥയിൽ പ്രായത്തിനനുസരിച്ച് വെയിറ്റ് ഉണ്ടാകില്ല, പ്രായത്തിനനുസരിച്ച് ഹൈറ്റ് ഉണ്ടാകില്ല, വെയിറ്റിനനുസരിച്ച് ഹൈറ്റ് ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള സിംറ്റംസ് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് കണ്ടുവരും. രണ്ടാമത്തെ ടൈപ്സ് എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയന്റ് റിലേറ്റഡ് മാൽന്യൂട്രീഷൻ. ഫോർ എക്സാമ്പിൾ, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി മൂലം കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടാകാം, പ്രതിരോധ ശേഷി കുറയാം, അയൺ ഡെഫിഷ്യൻസി മൂലം അനീമിയ ഉണ്ടാകാം, ക്ഷീണമുണ്ടാകാം, അയഡിൻ ഡെഫിഷ്യൻസി മൂലം തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. മൂന്നാമത്തെ ടൈപ്സ് എന്ന് പറയുന്നത് ഒബീസിറ്റി, ദാറ്റ് ഈസ് ഓവർ വെയിറ്റ്. കൂടിയ അളവിൽ അധികമായി കാലറി അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നതിലൂടെയാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു, ഈ ഒബീസിറ്റി എന്നത് നിങ്ങൾക്ക് ഹൃദയാരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ഡയബറ്റീസ് ഉണ്ടാകുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നത്. ദാറ്റ് ഈസ് ഒബീസിറ്റി ഈസ് ദ റിസ്ക് ഫാക്ടർ ഫോർ ഡയബറ്റീസ് ആൻഡ് ഓൾസോ ഹാർട്ട് റിലേറ്റഡ് ഡിസീസസ്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 5 വയസ്സിന് താഴെയുള്ള 35.5% കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള ഹൈറ്റ് ഇല്ല എന്നും 19.3% കുട്ടികൾക്ക് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഇല്ലെന്നും 32.1% കുട്ടികൾ അണ്ടർ വെയിറ്റ് ആണെന്നും, അതായത് പ്രായത്തിനനുസരിച്ച് വെയിറ്റ് ഇല്ലെന്നും സൂചിപ്പിക്കുന്നു. മാത്രമല്ല 3% ഓവർ വെയിറ്റ്, അമിതഭാരമുള്ളവരാണെന്നും, ആൻഡ് അഗെയിൻ 15 മുതൽ 45 വയസ്സ് പ്രായമായ സ്ത്രീകളിൽ 18.7% മാൽന്യൂട്രീഷൻ ഉള്ളവരാണെന്നും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ ദ സ്റ്റേറ്റ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ ഇൻ ദ വേൾഡ് 2023 പറയുന്നത് ഇന്ത്യയിലെ 74% ജനങ്ങൾക്ക് ഹെൽത്തി ഫുഡ് അഫോർഡ് ചെയ്യാനുള്ള ശേഷിയില്ല എന്നാണ്. 2023 പുറത്തിറക്കിയ GHA, അതായത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ പോയിന്റ് എന്ന് പറയുന്നത് 28.7 ആണ്. ദാറ്റ് ഈസ് വെരി സീരിയസ് കണ്ടീഷൻ. മാൽന്യൂട്രീഷന്റെ കോൺസിക്വൻസസ്, അതിന്റെ പ്രത്യാഘാതങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നതും അവസാനമായി വരുന്നതും ഒരു ചിലപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് മാത്രമായിരിക്കും, അല്ലെ? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല ഇതുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ആരോഗ്യ രംഗത്ത് മാത്രമല്ല ഇത് ഭീഷണിയാകുന്നത്. ബിയോണ്ട് ദാറ്റ്, ഒരു രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത്, സമ്പദ് വ്യവസ്ഥയ്ക്ക്, സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് തുടങ്ങിയ പല മേഖലകളിൽ ഇത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഇത് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക? ഫസ്റ്റ് വൺ, കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്, അതായത് മാൽന്യൂട്രീഷൻ ഉള്ള കുട്ടികൾക്ക് കോഗ്നിറ്റീവ് ഫങ്ഷൻസ് പ്രോപ്പറായി ഉണ്ടാകില്ല. ദാറ്റ് ഈസ് ലേണിംഗ് സ്കിൽ, തിങ്കിങ് സ്കിൽ ഇവയൊക്കെ നഷ്ടമാകും. സോ അവരുടെ അക്കാഡമിക് പെർഫോമൻസും ഡൗൺ ആകും. ഇതുമൂലം വിദ്യാർത്ഥികളുടെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റും വർദ്ധിക്കും. നമ്പർ 2, എക്കണോമിക് ഇമ്പാക്ട്. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതുണ്ടാക്കുക? ഒന്ന്, പ്രൊഡക്ടിവിറ്റി ലോസ്. മാൽന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ ഒരാൾക്ക് പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്യാൻ കഴിയുമോ? ഇല്ല. ഇത് ഓവറോളായി ഒരു നേഷന്റെ എക്കണോമിക് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. അതുപോലെ ആരോഗ്യരംഗത്തെ ചിലവ് വളരെ വലുതായിരിക്കും. മാൽന്യൂട്രീഷൻ അധികമാകുമ്പോൾ ആ നേഷന്റെ ആരോഗ്യ മേഖലയിൽ വലിയൊരു ബർഡൻ കൊണ്ടുവരും. ഇത് ഗവൺമെന്റിന്റെയും ആ വ്യക്തിയുടെയും ചിലവ് വർദ്ധിപ്പിക്കും. ഇങ്ങനെയും സമ്പദ് വ്യവസ്ഥ തകരാറിലാകാം. ഇനി ഇത് സാമൂഹ്യപരമായി, സോഷ്യലി എന്ത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കൊണ്ടെത്തിക്കുന്നത് അല്ലെങ്കിൽ വഴിവെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി ഡിസ്ക്രിമിനേഷൻ. സോ മാൽന്യൂട്രീഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഒരു വിവേചനം ഉണ്ടാകും. ഇത് അവരുടെ മെന്റൽ ഹെൽത്തിനെയും ബാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് മാൽന്യൂട്രീഷൻ എന്നത് ഒരു മേജർ ചലഞ്ചുകളിൽ ഒന്ന് തന്നെയാണ്. ഇന്ത്യ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇതിനു വേണ്ടി എടുക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാൻ കഴിയും ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്പർ 1, ഫോർട്ടിഫിക്കേഷൻ അഡോപ്റ്റ് ചെയ്യാം. എന്താണ് ഈ ഫോർട്ടിഫിക്കേഷൻ? ഫുഡ് പ്രോസസ്സിംഗ് ടൈമിൽ അതിലേക്ക് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ഫോർട്ടിഫിക്കേഷൻ എന്നത്. ഇത് ചിലവ് കുറവാണ്, അതുപോലെ ലാർജ് സ്കെയിലിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും കഴിയും. നമ്പർ 2, ഇംപ്രൂവ് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മികവുറ്റതാക്കുക, പ്രത്യേകിച്ച് റൂറൽ ഏരിയകളിൽ. ഇത് എയിം ചെയ്യേണ്ടത് മാൽന്യൂട്രീഷൻ നേരത്തെ കണ്ടെത്തി അത് പ്രോപ്പറായി ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. യുണൈറ്റഡ് നേഷന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 2 ആണ് സീറോ ഹങ്കർ ബൈ 2030 ആൻഡ് എലിമിനേറ്റ് മാൽന്യൂട്രീഷൻ. ഇതിനുവേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് ജനങ്ങളുടെ ആരോഗ്യത്തെ ഇംപ്രൂവ് ചെയ്യാനും അവരുടെ മികച്ച ഭാവിക്ക് വേണ്ടി ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്.